മന്ത്രി സുരേഷ് ഗോപി കൊടിയ വഞ്ചന ചെയ്തിരിക്കുകയാണ്. ജനങ്ങളോട് കാണിക്കുന്ന നീതികേട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു. ആ വോട്ടിന് പ്രതിഫലമെന്നോണം കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ കഴിയില്ല, BJP നേതൃത്വം അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകി. ആ മന്ത്രിസ്ഥാനത്തിൻ്റെ ഉദ്ദേശശുദ്ധി ജനങ്ങളോടുള്ള നന്ദി സൂചനയാണെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. ആ മന്ത്രിസ്ഥാനത്തോട് തെല്ലും കൂറില്ലാതെയാണ്, ഒരു മമതയുമില്ലാതെയാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ മന്ത്രി പദവി, ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി അന്തം വിട്ട് സിനിമയ്ക്ക് മുകളിൽ ചാടി വീഴും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സിനിമാ സംഘടനയുടെ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, 22 സിനിമകൾക്കാണ് താൻ അനുമതി നൽകിയിട്ടുള്ളത്, അനുമതി തേടിയിട്ടുള്ളത്. 22 സിനിമകൾക്കാണ് താൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിന് അഭിനയിക്കണമെന്ന അനുമതി തേടി കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ അദ്ദേഹം ആ ഫയല് വാങ്ങി ദൂരേക്കെറിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ സത്യസന്ധതയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചില സംയമനം അല്ലെങ്കിൽ ചില നയപരമായ രീതിയിൽ പറയേണ്ടതിന് പകരം ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് BJP കേന്ദ്ര നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇനി പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്ന ശ്രീ PDT ആചാര്യർ ചില കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എന്ന് മാത്രമല്ല സംസ്ഥാന മന്ത്രിമാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ രാജ്യം നിർദ്ദേശിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം അനുസരിച്ച് സിനിമ, അധ്യാപനം തുടങ്ങി ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. പ്രതിഫലം വാങ്ങിയുള്ള മറ്റ് യാതൊരു ജോലികളും ചെയ്യാൻ ഇവർക്ക് അധികാരമില്ല, അവകാശമില്ല, ഇവർക്ക് അനുമതിയില്ല. അപ്പോഴാണ് സുരേഷ് ഗോപി വീമ്പിളക്കുന്നത്, ഞാൻ 22 സിനിമകൾ ചെയ്യും എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനങ്ങളോടുള്ള വഞ്ചനയാണത്. അഭ്രപാളികളിൽ അദ്ദേഹത്തിന് താല്പര്യം വളരെ കൂടുതലാണ്, ഒരു പാഷനാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് എന്നൊക്കെ അദ്ദേഹം പറയുമായിരിക്കാം. പക്ഷേ ഒരു പൊതുരംഗത്ത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ജനാധിപത്യ മര്യാദ അനുസരിച്ച് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ ആ മന്ത്രിസ്ഥാനത്തോട് അദ്ദേഹം കൂറു പുലർത്തണമായിരുന്നു. ആ കൂറു പുലർത്താതെ, മമത കാണിക്കാതെ, പെരുമാറ്റച്ചട്ടമൊക്കെ ലംഘിച്ച് ഈ സെപ്റ്റംബർ 6-ാം തീയതി താൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതികേട് എന്നല്ല, വലിയ വഞ്ചന കൂടിയാണ്. ഇനി പറയുന്ന മറ്റു കാര്യങ്ങൾ, പെരുമാറ്റച്ചട്ടത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. MLA മാർക്കും MP മാർക്കും ഒക്കെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ അനുമതി നൽകിയാൽ അതിന് പ്രശ്നമില്ല, അവർക്ക് അഭിനയിക്കാം. എന്നാൽ മന്ത്രിമാർ അങ്ങനെയല്ല, മുഴുവൻ സമയവും, അതായത് 24/7 അതാണ് അവരുടെ പ്രവർത്തന സമയം. എല്ലാ സമയവും അവർ കർമ്മനിരതരായിരിക്കണം, ജനങ്ങൾക്കൊപ്പമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. എന്നാൽ സുരേഷ് ഗോപി പറയുന്നത്, താൻ മന്ത്രി പദവി ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ കേന്ദ്ര നേതൃത്വവുമായി, BJP കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിച്ചിരുന്നു. അവർ തനിക്ക് സിനിമ അഭിനയിക്കാനുള്ള തൻ്റെ മോഹം കണക്കിലെടുത്ത് സിനിമകൾ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 22 സിനിമകൾക്ക് താൻ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അവരോടൊക്കെ എന്തു പറയും എന്ന ആശങ്കയൊക്കെ സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പെരുമാറ്റച്ചട്ടങ്ങൾ അത് അനുവദിക്കുന്നില്ല. സുരേഷ് ഗോപി കൃത്യമായി മന്ത്രിയായി തുടരണമെന്നാണ് പെരുമാറ്റച്ചട്ടം അനുശാസിക്കുന്നത്. അതിൽ മന്ത്രിയുടെ ജോലി മാത്രമേ ഉള്ളൂ. അല്ലാതെ കാരവാൻ കൊണ്ടുവന്ന് പ്രൊഡ്യൂസറുടെ ചെലവിലോ അല്ലെങ്കിൽ സ്വന്തം ചെലവിലോ കാരവാൻ കൊണ്ടുവന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുറച്ച് ആളുകൾ അതിനകത്തിരുത്തി മന്ത്രിയുടെ ജോലി അവിടെ തുടരും, ഞാനിവിടെ അഭിനയിക്കും എന്ന തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ കോപ്രായങ്ങൾ അത് നമ്മുടെ പെരുമാറ്റച്ചട്ടം അനുവദിക്കുന്ന ഒന്നല്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അഭിനയം തുടരാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് ആദ്യമേ തന്നെ പറയാമായിരുന്നു. ഈ സുരേഷ് ഗോപി തൽസ്ഥാനം ഒഴിഞ്ഞാൽ പകരം ആര് മന്ത്രിയാവുമെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. BJPയുടെ കാര്യമാണ്, ആരെ വേണമെങ്കിലും മന്ത്രിയാക്കി കളയാം. ഏതായാലും സുരേഷ് ഗോപിയുടെ മന്ത്രി പദവി തർക്കത്തിൽ തന്നെയാണ്, തുലാസിലാണ്, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഈ കൊടിയ ജനവഞ്ചനയ്ക്ക് BJP നേതൃത്വം, കേരള നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും തൃശ്ശൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന അഭിപ്രായമാണ് അവിടുത്തെ വോട്ടർമാർക്ക് പൊതുവേ ഉള്ളത്. അതുമല്ല, സുരേഷ് ഗോപി ചില സ്ഥലങ്ങളിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, എനിക്ക് ജനങ്ങൾക്കൊപ്പം ആയിരിക്കണമെങ്കിൽ ഞാൻ MP ആയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്. കേന്ദ്രമന്ത്രി ആയിരുന്നാൽ കൂടുതൽ കാര്യങ്ങൾ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുമെന്നിരിക്കെ ആ സ്ഥാനം വെറും നിഷ്പ്രഭമാക്കിക്കൊണ്ട്, ആ ലഭിച്ച സ്ഥാനത്തെ വെറും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴുള്ള പ്രവർത്തികളെന്ന് പൊതുവെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വന്തം മണ്ഡലത്തിലും പാർട്ടിക്കകത്തും അനഭിമതനായിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി.